അച്ഛൻ വന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണോ ഡോക്ടർക്കിപ്പോ ഇങ്ങനൊരു മനമാറ്റം തോന്നാൻ കാരണം? എന്താ അപൂർവയ്ക്ക് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെയാണോ തോന്നിയത്? എങ്കിൽ ഞാൻ പറഞ്ഞ സെൻസിൽ കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. വേണമെങ്കിൽ മിസ്റ്റർ പണിക്കരുടെ വരവും അതിനെ തുടർന്നുണ്ടായ സംസാരവും ഒക്കെ നിങ്ങളിൽ നിന്ന് എനിക്ക് മറച്ചുവെക്കാമായിരുന്നു. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് അതിൽ നിന്ന് ഒഴിവാവാൻ പ്രയാസമൊന്നുമില്ലല്ലോ. ഡോക്ടറായിട്ട് ഞങ്ങളിൽ നിന്ന് അത് മറച്ചു വെച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. വിജയ് ഇവിടെ വന്നതും ഡോക്ടറോട് സംസാരിച്ചതും ഒക്കെ ആള് തന്നെ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. തുറന്നു പറഞ്ഞാൽ അതിന്റെ പേരിൽ ഇന്നലെ ഞങ്ങൾ തമ്മിൽ വലിയ വഴക്ക് വരെ ഉണ്ടായി. ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ, വിജയ് ഇതൊരിക്കലും അംഗീകരിക്കുകയോ അനുവദിക്കുകയോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്രയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിവതും എൻ്റെ ഭർത്താവിൽ നിന്ന് ഇത് മറച്ചു വയ്ക്കാൻ ഞാൻ നിർബന്ധിതയായത്. ഇനിയിപ്പോൾ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആ എതിർപ്പ് ഞാൻ കാര്യമാക്കുന്നില്ല. പക്ഷേ അതത്ര സിമ്പിളായിട്ട് കാണേണ്ട ഒരു കാര്യമാണോ മാഡം? എതിർക്കുന്നത് മറ്റാരുമല്ല, നിങ്ങളെപ്പോലെ അപൂർവയിൽ അതേ അവകാശവും അധികാരവുമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ കോൺസിക്വൻസും അത്രമാത്രം വലുതായിരിക്കില്ലേ? അതൊക്കെ ഫേസ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? കഴിയുമോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരം എൻ്റെ പക്കലില്ല ഡോക്ടർ. ഇപ്പോൾ എനിക്കറിയാം ഞങ്ങളുടെ കുടുംബത്തെ പോലും അത് സാരമായി ബാധിക്കുമെന്ന് ഞാൻ ഭയക്കുന്നുണ്ട്. പക്ഷെ എല്ലാത്തിലും വലുത് എനിക്കെൻ്റെ മകളുടെ ജീവിതം, അവളുടെ സന്തോഷ. ഒന്നിനു വേണ്ടിയും ഇവളെ എനിക്ക് നഷ്ടപ്പെടാൻ പറ്റില്ല ഡോക്ടർ. ഓക്കെ സത്യത്തിൽ സർജറിയെക്കുറിച്ച് പിന്നീട് ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞത് അപൂർവ കരുതും പോലെ തൻ്റെ അച്ഛനെ ഭയന്നിട്ടല്ല കേട്ടോ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്താൽ മിസ്റ്റർ പണിക്കരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമുക്ക് അനുകൂലമായ തീരുമാനത്തിലെത്തിക്കാൻ കഴിയുമെങ്കിൽ അതൊരു നേട്ടമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ ചിന്തിച്ചതിൻ്റെ പിന്നിൽ എൻ്റെ ഒരു സ്വാർത്ഥത കൂടി ഉണ്ടെന്ന് വെച്ചോളൂ. ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഇത്രയും വർഷത്തെ സേവനത്തിനിടയിൽ ഒരുപാട് ജെൻഡർ കൺഫേമിംഗ് സർജറി ഞാൻ നടത്തിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം വീട്ടുകാരുടെ എതിർപ്പിനെ നേരിട്ട് നിരാശയും വേദനയും ഉള്ളിലൊതുക്കി ഇതേ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആൾക്കാരെ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് നിർത്തിയിട്ടുള്ളതായിരുന്നു. എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെ ആദ്യമായി ജെൻഡർ കൺഫേമിംഗ് സർജറിക്ക് വിധേയമാകുന്ന വ്യക്തി എൻ്റെ ഈ പേഷ്യൻ്റ് ആയിരിക്കണമെന്ന് ഒരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. മിസ്റ്റർ പണിക്കരെ കൂടി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായാൽ എൻ്റെ ഈ ആഗ്രഹം സഫലമാവുമെന്ന് കരുതി. അപൂർവയെപ്പോലെ ഇഷ്ടമുള്ള ജെൻഡറിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അവരുടെ രക്ഷിതാക്കൾക്ക് അപൂർവയുടെ ജീവിതം ഒരു അയ്യോപ്പണാവും എന്ന് വിചാരിച്ചു. അച്ഛൻ്റെ സമ്മതത്തോടെ ഡോക്ടറുടെ ആഗ്രഹം സാധ്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഡോക്ടർ, ഒരു സാധാരണ വീട്ടമ്മ എന്ന ലേബലിൽ ഒതുങ്ങിക്കഴിയുന്ന എൻ്റെ അമ്മയെ പോലൊരു സ്ത്രീക്ക് ഇതിന് കഴിയുമെങ്കിൽ എന്നെ പോലുള്ളവർക്ക് ഇഷ്ടമുള്ള ജെൻഡറും ജീവിതവും തിരഞ്ഞെടുക്കാനുള്ള ധൈര്യം നൽകാൻ ഒരുപാട് അമ്മമാർക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡോക്ടർ. യെസ്, യു സെഡ് ഇറ്റ്. അക്കാര്യത്തിൽ ഗീതാലക്ഷ്മിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഇനിയും ഒരു തീരുമാനം പറഞ്ഞില്ല. യെസ്, സർജറിയുമായി നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താ, ഗീതാലക്ഷ്മിക്ക് സമ്മതമാണല്ലോ? സമ്മതം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ സെക്ഷൻ കൗൺസിലിംഗ് ആണ്. അതൊരു 2 വീക്സ് ഉണ്ടാവും. സാധാരണഗതിയിൽ ആരും അതങ്ങനെ സീരിയസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാറില്ല. പക്ഷെ ഞാൻ പറയുന്നത് അപൂർവ അത് സീരിയസ് ആയി അറ്റൻഡ് ചെയ്യണമെന്നാണ്. എന്താ, അതിന് തയ്യാറാണല്ലോ അല്ലേ? അവളത് അറ്റൻഡ് ചെയ്യും ഡോക്ടർ.
എങ്കിൽ ഡേറ്റ് ഞാൻ കൺഫേം ചെയ്തിട്ട് അറിയിക്കാം. അപൂർവ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ഒരു യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് ലക്ക് അപൂർവ. താങ്ക് യു ഡോക്ടർ. ഇതെന്താ പതിവില്ലാതെ വി പി അകത്തുനിന്ന് ഡോർ ലോക്ക് ചെയ്തിരിക്കുന്നത്?
രണ്ടുപേരും നിന്നേ. ഡോക്ടറെ കാണാൻ പോയിട്ട് എന്തായി തീരുമാനങ്ങൾ? എന്താ എന്നോട് ഷെയർ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല. ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. ഒരു പാരന്റ് എന്ന നിലയിൽ അപ്പുനി സർജറി നടത്താനുള്ള കൺസെന്റ് ഡോക്ടറെ ഞാൻ വാക്കാൽ അറിയിച്ചു. ഇനി എൻ്റെ കൺസെന്റ് റെക്കോർഡിക്കലി സൈൻ ചെയ്ത് കൊടുക്കണം. അതുടനെ വേണ്ട, സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം മതി. ഇത്രയൊക്കെയാ ഇന്നത്തെ ഡെവലപ്മെന്റ്സ്. അപ്പോൾ രണ്ടുപേരും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അല്ലേ? അതല്ലാതെ വേറെ വഴിയില്ല VP. വേറെ വഴിയില്ല. അപ്പോ സർജറിക്ക് അമ്മയുടെ സമ്മതപത്രത്തിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ? അങ്ങനെയാ അരവിന്ദ് ഡോക്ടർ പറഞ്ഞത്. സർജറിക്ക് അച്ഛന്റെ സമ്മതപത്രം കൂടി ഉണ്ടെന്ന് കരുതി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്താ എന്റെ ചോദ്യം മനസ്സിലായില്ലെന്നുണ്ടോ? അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നു? നിന്റെ സർജറി എന്റെ കൂടി സമ്മതത്തോടെ നടന്നാൽ അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്? ഉണ്ടോ? VP സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? തമാശ പറയാൻ പറ്റിയൊരു വിഷയമാണിതെന്ന് എനിക്ക് തോന്നുന്നില്ല. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു മനമാറ്റം ഉണ്ടാവാൻ? പറയാം. എന്റെ ജീവിതത്തിൽ ഇതുപോലെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വളരെ കുറച്ച് കേസുകളെ ഉണ്ടായിട്ടുള്ളൂ. ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ ഗവൺമെന്റ് ജോലി ഉപേക്ഷിച്ച് സ്വന്തമായൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങണോ വേണ്ടയോ എന്നുള്ളതായിരുന്നു എന്നെ അലട്ടിയ ആദ്യത്തെ സന്ദർഭം. പിന്തിരിപ്പിക്കാൻ അമ്മയും സുഹൃത്തുക്കളും അഭ്യുകാംക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറയുന്നതാണ് ശരിയെന്ന് എനിക്ക് തോന്നുകയും ചെയ്യും. പക്ഷേ എന്റെ മനസാക്ഷിയോട് ഞാൻ നീതികേട് ചെയ്യുന്നു എന്നൊരു തോന്നൽ, അങ്ങനൊരു ഫീലിംഗ് ശക്തമായി വന്നപ്പോൾ പിന്നെ ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഒരു തിങ്കളാഴ്ച ഓഫീസിലേക്ക് പോയി ഞാൻ മേലധികാരിക്ക് രാജിക്കത്ത് കൊടുത്തിട്ടാണ് ആ വർക്കിംഗ് ഡേ അവസാനിപ്പിച്ചത്. അതുപോലെയായിരുന്നു നമ്മുടെ വിവാഹത്തിന്റെ കാര്യത്തിലും സംഭവിച്ചത്. ജീവിതത്തിൽ ഒരു വിവാഹമേ വേണ്ടെന്നായിരുന്നു എന്റെ തീരുമാനം. പക്ഷെ തന്റെ പ്രപ്പോസൽ വന്നപ്പോ നിർബന്ധവും പ്രോത്സാഹനവും പലയിടത്തുനിന്നും ഉണ്ടായി. അന്നും ഇതുപോലെ കൺഫ്യൂഷന്റെ കുറച്ച് ദിവസങ്ങൾ. പക്ഷെ ഒടുവിൽ ഒരു ദിവസം മനസ്സിലൊരു തീരുമാനം ഉറപ്പിക്കുന്നു. അങ്ങനെ ഗീതാലക്ഷ്മി എന്ന വ്യക്തി വിജയ് പണിക്കരുടെ ജീവിതത്തിന്റെ ഭാഗമാകും. പിന്നീട് ഇതുവരെയുള്ള ലൈഫിൽ ഇപ്പോഴല്ലാതെ ഇങ്ങനെ ഭയന്നും സംശയിച്ചു നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല എനിക്ക്. നിങ്ങൾ രണ്ടുപേരും ഡോക്ടറെ കാണാൻ ഇറങ്ങിയ ആ നിമിഷം മുതൽ എന്റെ മനസാക്ഷിയുടെ കോടതിയിൽ ഞാൻ എന്നെ തന്നെ വിസ്തരിക്കുകയായിരുന്നു. ഗീത പറഞ്ഞതുപോലെ എന്റെ എല്ലാ ഈഗോയും മുൻധാരണകളും മാറ്റിവെച്ച് വിജയ് പണിക്കർ എന്ന വ്യക്തിയും VP എന്ന അച്ഛനും തമ്മിൽ പരസ്പരം ശക്തമായ വാദപ്രതിവാദം നടന്നു. ആ യുദ്ധത്തിനൊടുവിൽ VP എന്ന അച്ഛൻ തന്നെയാണ് ജയിച്ചത്. സത്യമാണപ്പോ, നിന്റെ സന്തോഷത്തെക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും എന്ന് സ്വയം ബോധ്യപ്പെട്ട ദിവസമാണിത്. അതുകൊണ്ട് തന്നെ നിന്റെ ഈ ആഗ്രഹത്തിന് പൂർണ്ണ മനസ്സോടെ അച്ഛൻ എല്ലാ പിന്തുണയും തരും. അച്ഛാ, താങ്ക് യു സോ മച്ച് അച്ഛാ. മോളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചു എന്നറിയാം. സാരമില്ല, നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. ദാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ 3 പേരും ഒരുമിച്ചായിരിക്കും. ഒരിക്കലും പിണങ്ങാതെ പിരിയാതെ ഒരുമിച്ച്. എനിക്കിതൊക്കെ ഒരു സ്വപ്നമായിട്ട് തോന്നുക VP.
ജീവിതകാലം മുഴുവൻ അവസാനിക്കില്ല എന്ന് കരുതി ഭയന്നും സങ്കടപ്പെട്ട് നടന്ന ഒരു പ്രശ്നത്തിന് എത്ര പെട്ടെന്ന് ഒരു തീരുമാനം ഉണ്ടായത്. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെ. അതേടോ, താൻ പറഞ്ഞത് 100% ശരിയാ. ശരിക്കും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ ഇവിടെ കൊണ്ട് അവസാനിക്കുക. കേട്ടോ ഗീതേ, നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയ ഉടനെ ആ വാശിക്ക് ഞാനും കാറെടുത്തിറങ്ങി. ലക്ഷ്യമില്ലാതെ കുറേ ദൂരം ഡ്രൈവ് ചെയ്തു. മനസ്സിലപ്പോ നേരത്തെ പറഞ്ഞ ട്രയൽ നടക്കുകയായിരുന്നു. വിജയ് പണിക്കർ വേഴ്സസ് VP. ഒടുവിൽ VP വിജയിക്കുകയും ചെയ്തു. എന്നാ പിന്നെ ആ വിജയം ആദ്യം സെലിബ്രേറ്റ് ചെയ്യാന്ന് വെച്ചു. നമുക്ക് 3 പേർക്കുള്ള ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു. എന്താ പോ, ഓക്കെ അല്ലേ? ആ, ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ വേഗം പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വാ, നമുക്ക് കഴിക്കണ്ടേ? കുറച്ച് ദിവസമായിട്ട് എനിക്ക് നല്ല വിശപ്പാ. വേഗം പോയിട്ട് വാ, ഇല്ലെങ്കിൽ ഞാനിതൊക്കെ ഒറ്റയ്ക്ക് എടുത്തൊക്കെ കഴിച്ചു കളയും. ആ അപ്പു, പോയിട്ട് വാ. ആ താങ്ക്സ് VP. എനിക്കും അപ്പൂനും ഇത്രയും നല്ലൊരു ദിവസം സമ്മാനിച്ചതിന് താങ്ക്സ് എ ലോട്ട്. ഞാനിപ്പോ വരാമേ. ഹലോ അപ്പു. ഡോക്ടർ തിരക്കിലാണോ? നോ, അപ്പു പറഞ്ഞു. ഇന്ന് ആന്റിയും കൂട്ടി ഡോക്ടർ അരവിന്ദിനെ കാണാൻ പോയിരുന്നു അല്ലേ? ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും ഒരു പുതിയ ഡെവലപ്മെന്റ് ഉണ്ടായി. അത് വരാനാ ഞാനിപ്പോ വിളിച്ചത്. എന്താടോ പുതിയൊരു ഡെവലപ്മെന്റ്? തന്റെ ആ കാനഡക്കാരൻ ലാൻഡ് ചെയ്തോ? അയ്യോ, അതൊന്നുമല്ല. ഇത് വളരെ പോസിറ്റീവായൊരു ഡെവലപ്മെന്റാ. ശരിക്കൊരു ഹാപ്പി ന്യൂസ്. ആഹാ, താൻ വളരെ ആവേശത്തിലാണല്ലോ. എന്താ സംഭവം? എന്റെ തീരുമാനം VP അംഗീകരിച്ചു. റിയലി? അതെ ഡോക്ടർ, അംഗീകരിച്ചു എന്ന് മാത്രമല്ല, സർജറിക്ക് പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചു. മൈ ഗാഡ്, റിയലി ഇറ്റ്സ് എ സർപ്രൈസ്. എന്തായിരുന്നു ഇത്ര പെട്ടെന്ന് വിജയങ്ങളിലൊരു മനമാറ്റം ഉണ്ടാവാൻ കാരണം? അതിന്റെ ഫുൾ ക്രെഡിറ്റും അമ്മയ്ക്കാ. അമ്മയുടെ ഉറച്ച നിലപാട് തന്നെയാ VP മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. വെരി ഗുഡ്. ഇത് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്. അപ്പോ എപ്പോഴാണ് പൂസെ പാർട്ടി? ഡോക്ടറുടെ സൗകര്യം. എപ്പോ വേണമെങ്കിലും ഞാൻ റെഡിയാ. ഓക്കെ, ഡൺ. അപ്പൊ ഞാൻ ഈ സന്തോഷ വാർത്ത എന്റെ ഡേസി ടീച്ചറോടൊന്ന് പറയട്ടെ. ടീച്ചർ ഒന്ന് ഹാപ്പി ആവട്ടെ. ശരി ഡോക്ടർ, ഞാൻ പിന്നെ വിളിക്കാം. ശരി എന്നാ.